എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റുപോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. 12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഞങ്ങൾക്കൊരു നമ്മൾ ജീവിച്ച് മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളൊരു സൈനിങ് അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇവിടെ ഞാനിപ്പോ എന്നെ നമസ്കാരം, ESP മീഡിയയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. ഞാൻ ഇബ്രു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കലാകാരനെയാണ്. ഈ കലാകാരൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്താണ്. അതായത് കൊടുങ്ങല്ലൂർ വിജു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു നടനാണ്, ഗായകനാണ്, സംഗീത സംവിധായകനാണ്, എല്ലാമായ AK വിജുപാൽ. AK വിജുപാലിനെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഒരു മേക്ക് കൊടുത്ത് അവിടെ ഇരുത്തിയേക്കാണ്. അപ്പം നമുക്ക് AK വിജുപാലിനൊന്ന് കാണാം. നുണക്കവിൽ പൂ തൊടുത്തു വിരിഞ്ഞത് എന്നെ കണ്ടിട്ടോ. നീ എനിക്ക് ഒരു നല്ലൊരു നടനാണ്, നല്ലൊരു ഗാനരചയിതാവാണ്, നല്ലൊരു സംഗീത സംവിധായകനാണ്, നല്ലൊരു സ്ക്രിപ്റ്ററാണ്, എല്ലാമാണ്. വിജു കൊടുങ്ങല്ലൂർ എന്നാണ് എല്ലാവരും അറിയണത്. പക്ഷേ AK വിജുപാലാണ്. AK വിജുപാലാണ് എന്നെ ഞാൻ വിളിക്കുന്നത്. എന്നെ AK വിജുപാൽ എന്നാണ് അല്ലേ? ഞാനിപ്പോ എന്നെ AK വിജുപാലിനെ വിളിക്കുന്നത്. നീ നിങ്ങളും എല്ലാവരും അങ്ങനെ വിളിച്ചാൽ മതി. പിന്നെ എല്ലാവരും അങ്ങനെ തന്നെ വിളിക്കണുള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. വർക്കുകള് കഴിഞ്ഞ് ഒരു 6 പടം ഇറങ്ങാനുണ്ട്. അങ്ങനെ പോണു. പുതിയ വർക്കിന്റെ കുറച്ച് എഴുത്ത് പരിപാടികളതിൻ്റെ തന്നെ ആ പരിപാടികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ പോണ്. ഇവിടെയാണ് താമസമൊക്കെ അല്ലേ? ഞാനേ വിജയന്റെ വീട്ടിലാണ് വന്നേക്കണത്. വീട്ടിൽ വന്നിട്ടാണ് ഞാൻ ഇന്ന് ഇന്റർവ്യൂ ചെയ്യണത്. കാരണം വീട് ഞങ്ങളൊരു ക്വാർട്ടേഴ്സ് ആണ്. വൈഫ് ഇവിടെ കളമശ്ശേരി പോളിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൊച്ചായതിനു ശേഷം അവർക്ക് മെറ്റർനിറ്റി ലീവായിട്ട് ഒരു 6 മാസം പ്രത്യേക ഒരു സന്തോഷമുണ്ട്. കുഞ്ഞു ബേബി ഉണ്ട്. ബേബിനെ കണ്ടായിരുന്നു. അതിന് ഒരു സംഭവം 12 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടിയത്. അതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. കാരണം മോളാണ്. അത് അതിന്റെ ഇരട്ടി സന്തോഷം. ആ സന്തോഷമാണ് മുഖത്ത് കാണുന്നത്. അതാണ് ഇനി ഒരു 6 പ്രൊജക്റ്റും കൂടി ഇറങ്ങാനും പോണ്. ഇനി സന്തോഷങ്ങൾ ഇനി ഇരട്ടിയായിട്ട് വരും. പിന്നെ വിജു ചേട്ടൻ്റെ ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ശരിക്കും ആദ്യമായിട്ട് മണിച്ചേട്ടൻ്റെ ഡൂപ്പായിട്ട് വന്നു വിജുചേട്ടനാണ്. മണിച്ചേട്ടനെ പോലെ തന്നെ വരികയും മണിച്ചേട്ടനെ പോലെ തന്നെ പാടുകയും മണിച്ചേട്ടനെ പോലെ തന്നെ ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതിലേക്ക് വരാൻ എങ്ങനെയാണ് ഇത് വന്നു പെട്ടത്? അതൊരു ശരിക്കും പറഞ്ഞൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. ജീവമരണ പോരാട്ടം. കാരണം വെച്ചിട്ടില്ലേ, ഞാൻ സ്വാതിരനാഥ സംഗീത കോളേജിൽ തിരുവനന്തപുരത്തെ പഠിച്ചത്. പഠിത്തം കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ തിരിച്ച് അന്ന് കച്ചേരിക്കൊക്കെ പോയി കഴിഞ്ഞാൽ 100 രൂപയും ഇഡ്ഡലിയും സാമ്പാറാണ് കിട്ടണത്. അത് കാത്തിരി 100 മാസം ചിലപ്പോൾ ഒരു കച്ചേരിയൊക്കെ കിട്ടുള്ളൂ. പിന്നെ ട്യൂഷൻ ഉണ്ട്. അതൊക്കെ ചില വീടുകളൊന്നും ഫീസും കിട്ടില്ല. കാരണം കുറേ പ്രശ്നങ്ങളാണ്. അങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് പറ്റില്ല, ഇത് മുന്നോട്ട് പോകുന്ന സംഗീതമായിട്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ എന്നെ ഇങ്ങനെ വേട്ടയാടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ശശികുമാർ സാറിൻ്റെ അടുത്ത്, ബാലഭാസ്കറിൻ്റെ അമ്മാവിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ കാര്യം അവതരിപ്പിച്ചു. കാരണം സാറേ എനിക്ക് പറ്റണില്ല. കാരണം ഈ 100 രൂപ മാസം ഈ കച്ചേരി കിടന്നിട്ട് കിട്ടണത്, പിന്നെ ട്യൂഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന സംഭവം വളരെ കുറച്ച് പൈസ ഉള്ളൂ. വാടക കൊടുക്കാൻ നിവൃത്തില്ല. വാടക വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് കൊടുക്കുന്നത്. മൂത്ത് ചെയ്യുന്നല്ലോ ചിലപ്പോൾ വീണ്ടും സ്കൂളിലും ഒക്കെ ചെയ്തിട്ടുള്ള നാടകവും മിമിക്രിയൊക്കെ വീണ്ടും പൊടി തട്ടിയെടുക്കണം എന്നുള്ളൊരു സമയത്താണ് സല്ലാപം സിനിമ ഇറങ്ങണത്. ആ സിനിമ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ അതിൻ്റെ പരിപാടി നടക്കണം. ആ പരിപാടിയിൽ മണിച്ചേട്ടൻ പാട്ട് പാടണം. അപ്പോൾ നമുക്കിത് ഭയങ്കര രസമാണ്. ആ ശബ്ദവും ആ സംഭവമൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സിങ്ക് അവിടെ തന്നെ ഞാൻ കയറി അതുമ്പോൾ പിടിച്ച്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ്: നീ ഒരാഴ്ച ഒന്ന് നിൻ്റെ ലക്ഷ്യം എന്താണ്, നിൻ്റെ ആഗ്രഹം എന്താണെന്ന് നീ നിന്നോട് ചോദിക്കുന്ന രീതിയിലേക്ക് ഒരു യാത്ര നടത്താൻ പറഞ്ഞു. യാത്ര നടത്തി നേരെ മൂകാംബിക വിട്ട് അവിടെ പോയി കുറച്ച് ഒരു 2 ദിവസം അവിടെ ഇരുന്ന് തിരിച്ച് വന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് പറയാണ് നടനാവണം. കാരണം നമ്മൾ ജീവിച്ച് മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ജീവിച്ചിരുന്നു എന്നുള്ളൊരു സൈനിങ് അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇവിടെ ഇപ്പം ഈ പറഞ്ഞ കാര്യം ചേട്ടനോട് ചെറുപ്പത്തിൽ ചേട്ടൻ്റെ അച്ഛൻ പറഞ്ഞതല്ലേ? നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സിഗ്നേച്ചർ നമ്മുടെ ഇവിടെ ഓർമ്മയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പല സ്ഥലത്തും ചേട്ടൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. ആ സൈനിങ് ആണ് നമുക്ക് അത്രേ ഉള്ളു ചെയ്യാനായിട്ട്. വേറെ എന്തുണ്ടാക്കിയാലും നമ്മൾ ഇപ്പൊ വലിയ സ്വത്തുക്കളും
കാറും അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് പോവാണ്. ഇവിടെ നമ്മൾ കുറച്ച് നാളെങ്കിലും നമ്മളെ മക്കൾ പേരക്കിടാങ്ങളുടെ അടുത്താണെങ്കിൽ പോലും കുറച്ച് നാൾ നിൽക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഈ സിനിമയിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഈ കലയിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു പേര് മാത്രമാണ് നമുക്ക് നിലനിൽക്കുള്ളൂ. ഇപ്പോൾ ബാക്കി എല്ലാവരും മറന്നുപോയി സാധനം, മനസ്സിലായി. ഇത് സിനിമ എന്ന് പറയുന്നത് ചിരഞ്ജീവിയുടെ അവർ വീണ്ടും കാണും, അപ്പോൾ നമ്മൾ ഓർക്കും. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ സിനിമ വേണം എന്നൊരു വലിയൊരു ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ അലയാണ്. അപ്പോഴാണ് ഒരു ഭാഗ്യം പോലെ മണിച്ചേട്ടൻ്റെ എൻട്രി. പാട്ടെടുത്ത് നമ്മൾ നേരെ ഓടേണ്ട ഓടേണ്ട ഓടി തളരണ്ട ഓമന പൂമുഖം വാടിടേണ്ട, അങ്ങനെയായിരുന്നു പാട്ട്. ആ പാട്ടുകൾ ഇപ്പൊക്കെ ശബ്ദമൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യസ്തം വന്നു. കാരണം അതിനൊരു കാരണമുണ്ട് കേട്ടോ, മാറ്റിയെടുക്കാൻ വലിയൊരു കാരണം ഉണ്ട്. അതും മണിച്ചേട്ടൻ തന്നെയാണ് അതിനൊരു നിയോഗമായിട്ട് വന്നത് വേറൊരു രീതിയിൽ. അങ്ങനെ ഫസ്റ്റ് തിരുവനന്തപുരത്ത് പ്രോഗ്രാം ചെയ്യുന്നു. ആ പ്രോഗ്രാമിന് വെറും 25 രൂപയാണ് കിട്ടുന്നത്. ഞാൻ വളരെ സന്തോഷത്തോടെ മേടിച്ചു. പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ 2-3 ട്രൂപ്പിൽ നിന്ന് നമ്മളെ വിളിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കണില്ല. ഞാൻ പോയി എന്താണ് സംഭവിക്കണത്. ഓക്കെ, പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടതല്ല, അതിന് പരിപാടി പ്രോഗ്രാം. ചേട്ടൻ ആദ്യമായിട്ട് ഈ പാട്ട് കേട്ട് വിളിക്കണ ഒരു സീൻ എന്തായിരുന്നു? ആ സമയം എങ്ങനെയായിരുന്നു? വലിയൊരു കൊട്ടേഷൻ സംഭവത്തിലാണ് വിളിക്കണത്. പാട്ട് പാടാനല്ല, മണിച്ചേട്ടൻ വിളിക്കണത്. മണിച്ചേട്ടനെ നേരിൽ കാണുന്നത് അങ്ങനെയാണ്. ദൂരെ നിന്നൊക്കെ കാണണമെങ്കിലും ഫേസ് ടു ഫേസ് കാണുന്നത് വലിയൊരു ഇൻസിഡന്റ്, വലിയൊരു സംഭവത്തിന് ശേഷമാണ്. ആ സംഭവം എങ്ങനെയാണ്, അത് ഇഷ്ടദാനം സിനിമ എന്ന് പറഞ്ഞിട്ട് സിനിമ ഉണ്ടായിരുന്നു. ജഗദീഷ് ഏട്ടൻ ഡബിൾ റോളിലുള്ള സിനിമയാണ്. ആ സിനിമയുടെ പരസ്യം ചെയ്ത് വിട്രാക്സ് സ്റ്റുഡിയോ ആണ് ചെയ്തത്. അത് മണിച്ചേട്ടൻ ആദ്യം വിനോദശാല എന്ന് പറഞ്ഞ സീരിയൽ കൊടുത്ത ടീമാണ് അവർ. അപ്പോൾ അവരെന്നോട് പറഞ്ഞ് ഇങ്ങനൊരു പരസ്യം ചെയ്യണം. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാം. മണിച്ചേട്ടനോട് ചോദിച്ചോ, മണിയോടെല്ലാം നമ്മൾ അനുവാദം മേടിച്ചേക്കാണ്, അതൊന്നും പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഈ സാധനം ചെയ്ത് ഭയങ്കര പബ്ലിസിറ്റി ആയി. ആൾക്കാർ മണിച്ചേട്ടൻ്റെ ആരാധകർ കംപ്ലീറ്റ് ഇത് ഏറ്റെടുത്തിട്ട് ഇത് മണിച്ചേട്ടൻ്റെ പാരയാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ലെറ്ററും പുള്ളി ഇത്രയും കെട്ട് ലെറ്ററായിട്ട് തിരുവനന്തപുരത്ത് തന്നേക്കാണ്. വന്ന് ചെങ്കച്ചുള്ള ടീമിൻ്റെ അടുത്ത് സംസാരിച്ച് പുള്ളി ഒരു കൊട്ടേഷൻ സംഭവം റൂമിൽ വന്ന് സംഭവം അന്ന് ഞാൻ പ്രോഗ്രാമിന് പോയേക്കാണ്. അവിടെ വന്ന് സീനാക്കി പുള്ളി പോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ നേരെ റൂമിൽ ചെന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ റൂം അടിച്ചു വിളിച്ച് ഞാനാണ് വിജയപ്പെടുന്നത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറയണത് ഇങ്ങനെ ഈ ഇഷ്ടദാന സിനിമയുടെ പരസ്യം ചെയ്ത് നിങ്ങളുടെ സമ്മതം ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ ചെയ്തത്. വിട്രാക്സ് സ്റ്റുഡിയോയുടെ അവരാണ് ഈ സംഭവം പറഞ്ഞിട്ടാണ് ചെയ്തത്. സംശയമില്ല വിളിച്ചു ചോദിക്കാൻ പറഞ്ഞു. വിളിച്ചു ചോദിച്ച സംഭവം കറക്റ്റാണ്. സോറി വേടാ, ഞാനങ്ങനല്ല, തെറ്റ് പോയി എന്നുള്ളൊരു പുള്ളി അതൊക്കെ റെഡിയാക്കി തന്ന്. അന്ന് മുതൽ ഞങ്ങൾ കൂട്ടാണ്, ഭയങ്കര കൂട്ടായി. അന്ന് മുതൽ നല്ല കമ്പനിയാണ്. പിന്നെ പുള്ളി അന്ന് ശരിക്കും പറയാതെയാണ് ചെയ്തത്. ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡയറക്ടർ അവര് തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ആരോട് സംസാരിച്ചത് നമുക്കറിയില്ല. വിജയേട്ടന്റെ പാട്ടുകള് മണിച്ചേട്ടൻ പാടിയിട്ടില്ലേ? അത് വേറൊരു വാശിയാണ്. എല്ലാത്തിനും ഒരു വാശിയുണ്ട്. കാരണം വെച്ചാൽ മണിച്ചേട്ടൻ എന്നോട് പറഞ്ഞ് ആറ്റുകാൽ പൊങ്കാലയുടെ പരിപാടി കണ്ടിട്ട് പുള്ളി അന്ന് അട്ടക്കുളങ്ങാട്ട് പ്രോഗ്രാം നടക്കണം. പ്രോഗ്രാം കണ്ടിട്ട് ആ പ്രോഗ്രാം പുള്ളി ചിത്രാഞ്ജലി ഡബ്ബിങ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് പുള്ളി എൻ്റെ പ്രോഗ്രാം കണ്ട് അവിടെ വണ്ടി എടുത്ത് പുള്ളി പ്രോഗ്രാം കണ്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് ഫ്രണ്ടിൽ വണ്ടി ഇട്ടേക്കണം മാറ്റിയിട്ടേക്കണം. ഞാൻ വെച്ച് നിങ്ങളെവിടെ എടാ ഫ്രണ്ടിലുണ്ട് അങ്ങോട്ട് വാഴ അങ്ങോട്ട്. ഞാനിപ്പം നിറഞ്ഞു നിൽക്കണ്, താരമായിട്ട് നിൽക്കണ്. കാരണം മറ്റേ തമിഴ്നാട് സ്റ്റൈല് മാല, നോട്ടുമാല സംഭവങ്ങളൊക്കെ കിട്ടിയിട്ട് ഞാൻ ഭയങ്കര സെറ്റപ്പിൽ നിൽക്കുന്ന സമയത്താണ് ഒറിജിനൽ വിളിക്കണ്. പരിപാടിക്ക് ഒന്നല്ല അല്ലല്ല, പുള്ളി ഡബിങ്ങിന് വന്നാ. ഡബിങ്ങിന് വന്നിട്ട് തിരിച്ചു പോകണ ഈ സാധനം കാണുന്നത്. പുള്ളി ഞാൻ ചെന്ന് സംസാരിച്ചാൽ നീ എന്നെ വെച്ച് കാശ് ഉണ്ടാക്കണല്ലേ എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്ത് നിങ്ങളൊരു അനുകരണമാണ്, നിങ്ങളില്ലെങ്കിൽ നമ്മളില്ല. കാരണം നമ്മള് അതൊക്കെ കൊള്ളാം, പക്ഷെ നീ എന്നെ വെച്ച് കാശുണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ വെച്ച് കാശുണ്ടാക്കുന്ന പറഞ്ഞപ്പോഴേ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ എന്നെ ഈ വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു കിടക്കുകയായിരുന്നു.
എനിക്ക് തോന്നി എന്തെങ്കിലും പുള്ളി എന്നെ വെച്ച് കാശുണ്ടാക്കണം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ എനിക്കും പറയാൻ പറ്റണം. നിങ്ങൾ എന്നെ വെച്ച് കാശുണ്ടാക്കണ്ട എന്ന് പറയണം, പറ്റുന്നൊരു സാധനം ഉണ്ടാക്കണം എന്ന്. അങ്ങനെയാണ് കുറച്ച് പാട്ടുകൾ സംഗീതം ചെയ്ത് എഴുതി സംഗീതം മണിച്ചേട്ടൻ പാടും. അതെ. എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റുപോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. ആ പാട്ട്. പിന്നെ നീലസാരി പാട്ടുണ്ട്. പിന്നെ ഓടപ്പഴത്തിൻ്റെ ലാസ്റ്റൊക്കെ ഞാൻ എഴുതിയാണ്. പിന്നെ മനുഷ്യനെ പാടാതെ പോയൊരു പാട്ടുണ്ട്, മേലെ മേലെ നീയിരിക്കുന്നു താഴെ ഭൂമിയിൽ ഞാൻ നടക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ മേലെ മേലെ നീയിരിക്കുന്നു താഴെ ഭൂമിയിൽ ഞാൻ നടക്കുന്നു, ചിരിയും ദുഃഖവും നീരജിക്കുന്നു, കര കാണാ കടലിൽ ഞാൻ അലയുന്നു. ഒരു നല്ലൊരു നാടൻ പാട്ട് പാടാമോ? നല്ലൊരു നാടൻ പാട്ട്, പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നല്ലൊരു നാടൻ പാട്ട്. നാടൻ പാട്ട് എന്ന് പറയുന്ന സംഭവമല്ല. ഞാൻ എഴുതിയ പാട്ടുകൾ നാടൻ പാട്ടിൻ്റെ സ്റ്റൈലല്ല. ഇതിനകത്തുള്ളൊരു സംഭവം തന്നെയിൽ ഒന്ന് നമ്മൾ നാടൻ വരികളാണ്, ട്യൂണുകൾ നാടൻ പാട്ടിൻ്റെ വായ്ത്താരികളുള്ള സ്റ്റൈലിലുള്ള പാട്ടുകളല്ല. ഈശ്വരമംഗല അമ്പലവട്ടത്തുള്ള കറുത്ത പെണ്ണേ, നിന്റെ നുണക്കവിൽ പൂ തൊടുത്തു വിരിഞ്ഞത് എന്നെ കണ്ടിട്ടോ, വിരുന്നു വന്നു നിൻ വികൃതി മൊഴികളിൽ പ്രണയരാഗം, എൻ്റെ അലസമാമൻ കവിതകൾ നിൻ നെഞ്ചിൽ കൊണ്ടിട്ടോ. ഈശ്വരമംഗല അമ്പലവട്ടത്തുള്ള കറുത്ത പെണ്ണേ, നിന്റെ നുണക്കവിൽ പൂ തൊടുത്തു വിരിഞ്ഞത് എന്നെ കണ്ടിട്ടു. അതാണ് പറഞ്ഞത്, നാടൻ വരികളാണ്, പക്ഷെ നാടൻ പാട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു നാടൻ പാട്ടുകൾ. നമ്മള് ശരിക്കും നാടൻ പാട്ടുകളുടെ ഒരു സംഭവം തന്നെയില്ലേ, പാട്ട് വന്ന വഴിയും പാട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു നാടൻ പാട്ടുകളുടെ ഒരു പക്ക നാടൻ പാട്ടുകൾ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഓരോ പാട്ടുകളും ഉണ്ടാക്കുന്നതിന്റെ പുറകിൽ ഓരോ കഥകളുണ്ട്, അർത്ഥമുണ്ടാവും. ഇപ്പൊ കോത എന്ന് പറഞ്ഞൊരു പാട്ട് എൻ്റെ കാരണന്മാർ പാടി തന്ന കുറച്ച് പാട്ടുകളെ അതിന് പിന്നെ ബാക്കി വരികൾ എഴുതി ചെയ്തൊരു പാട്ടാണ് കോത എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ കോത എന്ന് പറയുന്ന പാട്ടിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത്, ഇവിടെ ഈ ആര്യന്മാരുടെ വരവിന് മുമ്പ് ഈ നാട് ഭരിച്ചിരുന്ന ആൾക്കാർ ഈ കറുത്തവരാണ്. അവർ അതിനകത്ത് കോത എന്ന് പറഞ്ഞ രാജ്ഞി ഉണ്ടായിരുന്നു, ചാത്തൻ എന്ന് പറഞ്ഞ രാജാവ് ഉണ്ടായിരുന്നു. വെറുതെ രാജാവ് ആവല്ല അവരെന്ന്. അന്ന് 18 വിഷയത്തെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് അറിയുന്ന ആളുകൾ മാത്രമേ അധികാരികളായിട്ടുള്ളൂ. അങ്ങനെ ആണിനെ വിളിക്കുന്ന 18 വിഷയത്തെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് അറിയുന്ന ആണിനെ വിളിക്കുന്നതാണ് ചാത്തൻ. 18 വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് അറിയുന്ന പെണ്ണിനെ വിളിക്കുന്നതാണ് കോത. അങ്ങനെ അവരാണ് ഇവിടെ ഭരിച്ചിരുന്നത്. അതിന്റെ തെളിവുകളാണ് ഇപ്പോഴും കിടക്കുന്നുണ്ട്. നശിപ്പിക്കപ്പെടാതെ റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ വന്നിട്ട് നശിപ്പിക്കപ്പെടാതെ കിടക്കുന്ന സാധനങ്ങളാണ് കോതപറമ്പ്, ചാത്തേടത്ത് പറമ്പ്, ചാത്തനാട്, കോതകുളം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇപ്പോഴും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അതൊക്കെ നമ്മൾ ഈ കാരണന്മാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ടൊരു പാട്ടാണ്, ചേറ്റിൽ തെളിക്കണ കണ്ടോ എങ്ങടെ കോതേനെ കൊച്ചിനെ കണ്ടോ, ആരാനും എങ്ങാനും കണ്ടോ എങ്ങടെ കോതേനെ കൊച്ചിനെ കണ്ടോ. ഈ പാട്ട് വന്നത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ പാട്ടിൻ്റെ തുടക്കം മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്. അധികാരിയായിരുന്ന കോതേനെ അടിമയാക്കി കഴിഞ്ഞപ്പോൾ, ആര്യന്മാരുടെ വരവോടുകൂടി കോതേനെ അടിമയാക്കി കഴിഞ്ഞിട്ട് ഈ സുന്ദരിയായ കോതേനെ ആര്യന്മാരുടെ തമ്പ്രാൻ ഭോഗിക്കാൻ ചോദിക്കും. തരൂല്ല എന്ന് പറഞ്ഞപ്പോൾ അവളെ കല്യാണം കഴിഞ്ഞ് പൂർണ്ണ ഗർഭിണിയായ അവളെ പാടം ഉഴുതുന്ന സമയത്ത് ഒരു 2 കാളനെ കെട്ടിട്ടാണല്ലോ ഉഴുതുന്നത്. ഒരു കാളയ്ക്ക് പകരം പൂർണ്ണ ഗർഭിണിയായ കോതനെ കെട്ടിയിട്ട് ഉഴുതു പോകുമ്പോൾ കോത പ്രസവിക്കും. അന്ന് ഒറ്റമുണ്ടാണ്. ആ ഒറ്റമുണ്ട് കീറിയിട്ട് അവൾക്ക് ഈ കൊച്ചിനെടുത്ത് വരമ്പിൽ വെക്കാനുള്ള അധികാരം മാത്രം കൊടുക്കുന്നത്. കൊച്ചിനെടുത്ത്
ഇലകൾ പൊട്ടിച്ച് കൊച്ചിനെ അവിടെ കിടത്തിയിട്ട് വീണ്ടും അവർ വലിച്ച് നുകത്തി കൊണ്ട് കെട്ടി ഉഴുതു പോകുമ്പോൾ ചോര വാർന്ന് കോത മരിച്ചു പോകും. ഈ ശവന്തനി ഉറുമ്പുകളുണ്ട്, തല വലുതായിട്ടുള്ള കറുത്തുറുമ്പ് പാടത്തിപ്പോഴും കാണാം. ആ ഉറുമ്പുകൾ കടിച്ചിട്ട് ഈ കുഞ്ഞു മരിച്ചു പോകും. അപ്പോൾ ഇവർക്ക് ഈ കൂടപ്പിറപ്പുകൾക്ക് ഇവർക്ക് ആ സമയത്ത് ഓടി വരാൻ പറ്റില്ല, കാരണം കൊണ്ടുപോയേക്കണത് തമ്പ്രാക്കന്മാരാണ്. ഇവർ രാത്രി ഇരുട്ടായി പാതിരാത്രി 1 മണി 2 മണിയായിട്ട് കാണാണ്ടായപ്പോൾ ഇവർ അന്വേഷിച്ച് വരികയാണ്. വെളുപ്പങ്കാലായപ്പോൾ പര വെളുത്ത് വരുമ്പോൾ ഇവർ അന്വേഷിച്ച് വരികയാണ്. അതാണ് ചേറ്റിൽ തെളിക്കണ കണ്ടോ എങ്ങടെ കോതേനെ കൊച്ചിനെയും കണ്ടോ ആരാനും എങ്ങാനും കണ്ടോ എങ്ങടെ കോതേനെ കൊച്ചിനെയും കണ്ടോ. അങ്ങനെയാണ് ഇതൊരു ഭയങ്കരമാണ്. പാട്ട് പാടി വരുമ്പോൾ ഇവർ പറഞ്ഞു വരുമ്പോൾ പാടി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ദൂരെ പാടത്തിൻ്റെ നടുവിൽ മുഖത്തിൽ മരിച്ചു കിടക്കുന്ന കോതനാണ്. അപ്പോൾ വിജയേട്ടൻ 100-ൽ മേളിൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എടുത്തു പറയാൻ ബിഗ് ബി ഉണ്ട്, മായാവി ഉണ്ട്, സ്വപ്നസഞ്ചാരി ഉണ്ട്. അങ്ങനെ അതിലൊക്കെ മായാവിയിൽ സിനിമയുണ്ട് 18+ എന്ന് പറഞ്ഞാൽ ഞാൻ 18+ നിങ്ങൾ മാത്രം അഭിനയിച്ച സിനിമയുണ്ട്. അതിപ്പോൾ അടുത്തിറങ്ങിയതല്ലേ? കൊറോണ സമയത്ത് ചെയ്ത സിനിമയാണ്. കൊറോണ സമയത്ത് നിങ്ങൾ മാത്രമായിട്ട് ഒരാൾ മാത്രമായിട്ട് അഭിനയിച്ച സിനിമ. പക്ഷെ അതിനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക്, അങ്ങനത്തെ പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ കണ്ടായിരുന്നു, നല്ല പടമായിരുന്നു. ഈ ഒരുപാട് പേരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഫീലിംഗ് ലാലേട്ടൻ്റെ കൂടെ മാത്രം അഭിനയിച്ചിട്ടില്ല. പക്ഷെ മമ്മൂക്കാടെ മിക്ക പടത്തിലും എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അയ്യോ, എനിക്ക് ഭയങ്കര എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് മമ്മൂക്കയാണ്. കാരണം പിന്നെ എൻ്റെ കുറുമ്പാണ്, ഞാൻ അന്വേഷിച്ചൊന്നും പോവില്ല. മമ്മൂക്ക എന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോഴും ചെറിയ പിള്ളേരെ വിളിച്ച് അവസരം ചോദിച്ചോണ്ടിരിക്കുക, നീ വീട്ടിൽ കയറിയിരുന്നോ, അവിടെ കൊണ്ടുതരും. അതിൻ്റെ വഴക്ക് പറയും. അത്രയും ഒരു കൂടപ്പിറപ്പിനെ പോലെ നിൽക്കുന്ന സ്നേഹിക്കുന്ന ഒരു ആളാണ് മമ്മൂക്ക. അപ്പൊ മമ്മൂക്ക പറഞ്ഞു വീട്ടിലിരുന്നാ ഒന്നും കിട്ടൂല, നേരെ അന്വേഷിച്ച് തന്നെ ചെല്ലണം. അപ്പൊ അന്വേഷിച്ച് തന്നെ ചെല്ലണം കേട്ടാ. അപ്പോഴാണ് പടങ്ങൾ ഇങ്ങനെ നമ്മളെ തേടി ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഒരാഗ്രഹം എന്താണെങ്കിൽ നമ്മളെ കയ്യിലുള്ള സ്ക്രിപ്റ്റുകൾ സിനിമയാക്കണം എന്നുള്ളത് കൊണ്ട് കുറേ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അന്ന് ഹിന്ദിയിലാണ് ഫസ്റ്റ് സംഭവം ശ്രമമൊക്കെ നടന്നത്. പക്ഷെ അത് കൊറോണയുടെ സംഭവം കൊണ്ടും ഡയറക്ടറെ സുഹൃത്തിൻ്റെ പാരയും സംഭവങ്ങളൊക്കെ കൊണ്ട് അതൊക്കെ അങ്ങോട്ട് മറന്നുപോയി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ചെയ്തേക്കുന്നത് സിബി സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന തോമസ് ചെയ്തിരിക്കുന്ന ഗോഡ് മദർ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. പിന്നെ ചെറിയ പടങ്ങൾ അക്ബർ ട്രാവൽസ് ചെയ്തിരിക്കുന്ന മമ്മൂക്കയുടെ പെങ്ങൾ അസ്കർ സൽമാൻ, പിന്നെ സിദ്ദിഖയുടെ മകനൊക്കെ അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമ. അതിന് പേര് അവർ ഇട്ടിട്ടില്ല. പിന്നെ ചെറിയ പടങ്ങളായിട്ടുള്ള ചെറിയ പടങ്ങളിലൊക്കെ ഇങ്ങനെ അങ്ങനെ മൊത്തത്തിൽ വീട്ടിലിരിക്കണില്ല. വീട്ടിലിരിക്കുന്ന പരിപാടിയില്ല, പ്രോഗ്രാം ഒക്കെ ചെയ്യാറില്ലേ? ഇഷ്ടംപോലെ പ്രോഗ്രാം. ഇപ്പൊ ഞാനൊരു പുതിയ സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടൊന്നും നടക്കണില്ല. കാരണം നമ്മുടെ പാട്ടുകൾ ബ്രാൻഡ് എന്നുള്ള സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാട്ടുകൾ ഞാൻ ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ. കാരണം എന്താ വെച്ചാൽ എല്ലാവരും കണ്ട് നമുക്കൊരു വ്യത്യസ്തമായ ഒരു സാധനം വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ 10-25ഓളം പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അന്ന് കുറച്ച് പാട്ട് എടുത്തിട്ട് സ്വന്തമായിട്ടൊരു സാധനം ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ശ്രമം നടന്നില്ല. കാരണം പ്രാക്ടീസ് ചെയ്യാനായിട്ട് പിള്ളേർ വരുന്നില്ല. അതാണ് എല്ലാം നടക്കും. ഞാൻ തമിഴിൽ ഏതൊരു പാട്ടുണ്ട്, അതിൻ്റെ ഒരു 4 വരി പാടാം. മുത്തുമുത്തുമണിയേ മുത്തുമണിയേ താലാട്ടും പൂവേ തഴമ്പൂവേ, മുത്തുമുത്തുമണിയേ മുത്തുമണിയേ താലാട്ടും പൂവേ തഴമ്പൂവേ, മുത്തുപ്പൽ ചിരിപ്പഴകേ കണ്ണീര് വിട്ടുവിട്, മുത്തുപ്പൽ ചെരിപ്പഴക കണ്ണീരെ വിട്ടുവിട്, കണ്ണഴകെ കൺമണിയ മലർവായോ, பேசாமல் இருப்பது என்ன கிளிய, சொல்லாமல் போகாது பொன்னுமணிய, பேசாமல் இருப்பது என்ன கிளிய, சொல்லாமல் போகாது பொன்னுமணிய, முத்து முத்துமணிய முத்துமணிய தாலாட்டும் பூவே தழும்பூவே, முத்து முத்துமணிய முத்துமணிய താലാട്ടും പൂവേ തഴുമ്പൂവേ. ഇത് ഏതിലാണ് ഈ പാട്ട്? ഇത് കാട്ടുമാക്കാന്ന് പറഞ്ഞൊരു
പടം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തമിഴ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാണ്. അത് പിന്നെ 10 നിമിഷം എന്നുകൊണ്ട് മാറ്റി ടൈറ്റിലാക്കി അത് ചെയ്യാനായിട്ട് ശ്രമം നടത്തി ഗംഭീരമായിട്ട് പരാജയപ്പെട്ടു. ഗംഭീരമായിട്ട് പരാജയപ്പെട്ടു. പാട്ട് നല്ല രസമുണ്ടല്ലോ. പാട്ട് എപ്പോഴും ഭയങ്കര നടന്നില്ല സാധനം. പാട്ടൊക്കെ ഇരിപ്പുണ്ട്. ചെറുപ്പം മുതൽ ഇങ്ങനെ പാട്ടൊക്കെ എഴുതുമായിരുന്നു? ചെറുപ്പം മുതൽ പാട്ടൊന്നുമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പരിപാടിയൊക്കെ തുടങ്ങി. എഴുത്തും സംഗീതമൊക്കെ. അഭിനയത്തിലേക്ക് വരാണ് എങ്ങനെയാന്ന് വന്നത്? അഭിനയം ഞാൻ പറയല്ലേ, ഇത് എല്ലാം വിട്ട് നിന്നപ്പോൾ എൻ്റെ യാത്രയിൽ, എൻ്റെ ഗുരുനാഥൻ പറഞ്ഞ യാത്രയിൽ എനിക്ക് ഒരു തിരിഞ്ഞ സംഭവമാണ് അഭിനയത്തിലേക്ക് വരും. ആദ്യത്തെ സ്റ്റെപ്പ് എവിടെയായിരുന്നു? അത് ആദ്യത്തെ തിരുവനന്തപുരത്ത് തന്നെ പ്രോഗ്രാം. അന്ന് കോളേജിലും സ്കൂളിലൊക്കെ ഞാൻ അതൊക്കെ ഉണ്ടെങ്കിലും നടനാവണം എന്നുള്ളൊരു ആഗ്രഹം തിരുവനന്തപുരത്ത് ഇന്ന് എല്ലാം എന്താ പറയാ, കടയും തലയും വിട്ടിട്ട അവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് എന്തായാലും അതാണ് എൻ്റെ പ്രൊഫഷൻ എന്നുള്ള സാധനം ഞാൻ മനസ്സിൽ പച്ചകുത്തി. ഇതാണ് എൻ്റെ പ്രൊഫഷൻ എന്ന് പച്ചകുത്തി ഞാൻ എന്നോട് തന്നെ, ഞാൻ എന്ത് സംഭവിച്ചാലും അതിൻ്റെ അന്ന് മാറില്ല എന്ന് ഓരോ ദിവസം ഞാൻ എന്നോട് പറയുന്നൊരു ദിവസങ്ങളുണ്ടായിരുന്നു. ഓരോ ദിവസം അതിപ്പോഴും എൻ്റെ പ്രയറിൽ അതൊക്കെ തന്നെ ഉള്ളൂ. കാരണം നമ്മൾ വന്നത് അമ്മയും അച്ഛനൊക്കെ കൂടെ അവരുടെ ഒക്കെ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ്. പോകുന്നത് നമ്മൾ തനിച്ച വന്നപ്പോൾ അവരൊക്കെ നമുക്ക് കൂട്ടുണ്ട്. പക്ഷെ പോകുന്നത് നമ്മൾ തനിച്ചാണ്. അതാരും ആയാലും, ഞാനായാലും നീ ആയാലും ആരായാലും പോകുന്നത് തനിച്ചാണ്. പോകുന്നതിന് മുമ്പ് ഉള്ള ആ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു വെക്കാൻ സിനിമയുള്ളൂ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഇല്ലാണ്ടല്ലോ, എല്ലാ ഫീൽഡിലും സംഭവമുണ്ട്. പക്ഷെ എനിക്ക് കംഫർട്ടായിട്ടുള്ളത് സിനിമയാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് സിനിമയിലേക്ക് കയറി. അത് നമ്മുടെ മമ്മൂക്കാടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഫസ്റ്റ് പടം സൂത്രധാരൻ ലോയ് സാറിന്റെ കൂടെ, ദിലീപേട്ടൻ്റെ പടം. അത് എൻ്റെ അകത്ത് അതും വലിയൊരു കഥയാണ്. ആർട്ടിസ്റ്റിൻ്റെ ഒരു പരിപാടിക്ക് ഞങ്ങൾ ജഗപുക ചെയ്തിരുന്ന സമയത്ത് ദുബായിൽ പ്രോഗ്രാം ചെന്നപ്പോൾ അവിടെ എനിക്ക് ഇറങ്ങാനുള്ള, അവിടെ എനിക്ക് മാത്രമുള്ള അക്കാമ വന്നിട്ടില്ല, അവർ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ രവീന്ദ്ര മാഷൊക്കെ എന്നെ അറിയാം. സച്ചിൻ ചേട്ടൻ, മരിച്ചുപോയ സച്ചിൻ ചേട്ടൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിലുപരി പുള്ളിയുടെ പെങ്ങളുടെ മോൻ കോളേജിൽ എൻ്റെ ജൂനിയറായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. സാറിൻ്റെ മാഷ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പോകും. സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ലെവലിൽ അറിയാം. അതൊക്കെ ഒരു നിമിത്തമാണ്. കാരണം അവിടെ ഞാൻ ഇരിക്കുകയാണ്, അടുത്ത ഫ്ലൈറ്റിൽ രവീന്ദ്ര മാഷ, ലോയ് സാറ് സംഭവങ്ങൾ വരുന്നത്. ആ സമയത്താണ് സൂത്രധാരൻ സിനിമ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഞാൻ രവീന്ദ്ര മാഷോട് പറഞ്ഞു, മാഷേ ലോയ് സാറെ പരിചയപ്പെടുത്തിരും, അതേ നമുക്ക് പരിചയപ്പെടുത്താന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ ചെന്ന് ഞാൻ പോയി കണ്ടു. പ്രോഗ്രാമിന് സംഭവം കണ്ടു. പ്രോഗ്രാം അതിൻ്റെ അകത്ത് ഒരു പെൺവേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പെൺവേഷം കണ്ടപ്പോൾ സംഭവം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം അതുണ്ടായിരുന്നു. സലീം കുമാറിൻ്റെ കൂടെയാണ് എനിക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ പാലക്കാട് പ്രോഗ്രാമിന് കഴിഞ്ഞിട്ട് ഞാനവിടെ ഒരു ദിവസം ഷൂട്ടിങ് നടക്കുമ്പോൾ ഉച്ച സമയത്ത് അവിടെ ചെന്നിറങ്ങിയപ്പോഴാണ് ഈ മണിച്ചേട്ടനുണ്ട്, ദിലീപേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ ചെന്നിറങ്ങിയതും അവിടുത്തെ ഓഡിയൻസ് ജൂനിയർ കലാപം മണി വന്നേന്ന് പാളി സംഭവം. ഞാൻ പറഞ്ഞു, ചേട്ടാ ഒന്ന് ഇറക്കുന്നതുകൊണ്ട് ഞാൻ ഒരു കണക്കിന് അവിടെ നിന്ന് ചാടി പറഞ്ഞ് അവിടെ ചെന്ന് ഇവർ നോക്കണ്ട, ഞാൻ എന്തെങ്കിലും ആരോ വരുമോ എന്നുള്ള രീതിയിലല്ലോ. സാർ കുഴപ്പമൊന്നുമില്ല, ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോന്നു. ഓണത്തിൻ്റെ അന്ന് തെങ്കാശിയിൽ ഷൂട്ട് എന്നാണ് അവിടെ ചെല്ലാൻ പറയുന്നത്. തെങ്കാശി ചെന്ന് 3 പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ടാണ് പോണത്. സിനിമാവേശമല്ലേ, ആദ്യത്തെ പടം അഭിനയിക്കാൻ പോണ്. അതും ലോയ് സാറിൻ്റെ പടം, നമ്മൾ ദൈവതുല്യം കാണുന്ന ലോയ് സാറിൻ്റെ പടം, ദിലീപേട്ടൻ മണിച്ചേട്ടനൊക്കെ അഭിനയിക്കണ പടം. ചെന്നാൽ കുറച്ച് എന്നപ്പോൾ എന്നോട് പറഞ്ഞു, നടന്നിട്ട് പറയണം, അതെ ബിജുവിന് ഇപ്പം അത്യാവശ്യം ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. അപ്പം അത് കൊണ്ട് നീ ആ വേഷം ചെയ്യണ്ട, നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. അപ്പം ഒന്നും വേണ്ട, നീ പോയിട്ട് വാ, ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ട് വിളിക്കാം. കറന്നുപോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ എനിക്കിപ്പോൾ അറിയണം, എനിക്ക് തോന്നിയത് എന്തോ പറ വന്നിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് ഈ സാധനം പോയേക്കണത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് വിളിക്കണം, പൊക്കോ. പുള്ളിക്ക് മനസ്സിലായിട്ട് മുഖം മാറിയപ്പോഴേ, ഇല്ല ബിജു ഇനിയിപ്പോൾ പോടാ, ഞാൻ നല്ല റെഡി ആയിക്കോളാം എന്ന് പറഞ്ഞിട്ട്
ഞാൻ അവിടെ നിന്ന് കറങ്ങി KSRTC ബസ്സിൽ കയറി തിരിച്ചു വന്നു. ഇവിടെ 3 പരിപാടിയും പോയി സിനിമയും പോയി എന്ന് പറഞ്ഞിരിക്കുകയാണ്. കറക്റ്റ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ രാജു നെല്ലിമോട് എന്നുള്ള കൺട്രോൾ വിളിക്കുക. വിളിച്ചിട്ട് വന്നിങ്ങനെ ലോയി സാറ് നാളെ തമിഴ്ട്ടുണ്ട്, രാവിലെ തമിഴ്ട്ടുണ്ട്. ഞാൻ തിരിച്ചവിടെ ചെന്നു എന്ന് വീണ്ടും തോളത്ത് കൈ വന്ന് അതെ ഈ സൂത്രധാരൻ സിനിമയുടെ സൂത്രക്കാരനായിട്ടുള്ള കുതിരവണ്ടിക്കാരനാണ് നീ. അതായത് കൊണ്ടുപോണത് ബിന്ദു പണിക്കരുടെ വീട്ടിലെത്തിക്കുന്നത് ഒരു സൂത്രക്കാരനാണ് ഞാൻ. അപ്പൊ എന്റെ ക്യാരക്ടറൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. പുള്ളി പറഞ്ഞു ജീവിക്കാൻ വേണ്ടിട്ട് എന്തും ചെയ്യുന്നു നിർത്താൻ, ഏത് ഭാഷ സംസാരിക്കും. പക്ഷെ പുള്ളി സൂത്രധാരനാണ്, കുതിരക്കാരനാണെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ ആ ക്യാരക്ടറൊക്കെ പറഞ്ഞു തന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് അത്തരം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന ഒരേ ഒരാൾ സർവോദരാണ്. ബാക്കി എല്ലാവരും വരും. നമ്മൾ ചിലപ്പോൾ 1 സീനോ 2 സീനോ ഒക്കെ ഉണ്ടാവുള്ളൂ. കൂടി വന്നാൽ 10 സീൻ അല്ലെങ്കിൽ കൂട്ടത്തിലൊരാളെ ഒക്കെ ആയിരിക്കും. അപ്പം നമ്മൾക്ക് കഥയൊന്നും പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ സംഭവം കൊണ്ട് കൂടെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ്. ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നേക്കണത് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. ഇത്തരം പറഞ്ഞു തന്നേക്കണത് സാറ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ വന്ന് പറയാം ഇങ്ങനെയാണ് അത്രേ ഉള്ളൂ. അങ്ങനെ എന്താണെങ്കിലും കുറച്ചു നേരം നമ്മൾ സംസാരിച്ച് കുടുംബം മോള് മാത്രം 12 വർഷത്തിന് ശേഷം കുഞ്ഞും മോളെ കിട്ടി. പിന്നെ വീട്ടില് വൈഫ് ശ്രീബാല, പുള്ളി ഇവിടെ വർക്ക് ചെയ്യുന്നു, ഗവൺമെന്റ് പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്നു. അമ്മ കൊടുങ്ങല്ലൂരാണ് ശരിക്കും സ്ഥലം. കൊടുങ്ങല്ലൂർ. അമ്മയുണ്ട്, അച്ഛൻ മരിച്ചുപോയി. പിന്നെ ചേട്ടൻ ചേട്ടത്തി, അവർക്കൊരു മോള്, അനിയത്തി, അളിയൻ, അവർക്ക് 2 പെൺമക്കള്. അങ്ങനെ വലിയൊരു മക്കളാണ്. സന്തോഷത്തോടു കൂടി പോകണം. അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും വിജയേട്ടനായിട്ട് കുറച്ചു നേരം സംസാരിക്കാൻ പറ്റി. കുറെ ദിവസങ്ങളായി നമ്മള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യണത്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ തിരക്ക് വരുമ്പോ നിങ്ങൾ വിളിക്കുമ്പോ വേറെ എന്തെങ്കിലും പരിപാടിയായിട്ട് നോക്കുമ്പോഴായിരിക്കും വിളിക്കണത്. അപ്പൊ എന്നാൽ നമുക്ക് ചൊവ്വാഴ്ച കാണാല്ലേ പക്ഷേ ഈ ചൊവ്വാഴ്ച കാണാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ അങ്ങനെ നമ്മളിവിടെ എത്തി. എന്തായാലും വിജയേട്ടനെയൊക്കെ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. പക്ഷെ ESP മീഡിയയിലൂടെ എനിക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സമയത്തും നമ്മളൊപ്പം വന്ന് നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. കീപ് ഇറ്റ് അപ്പ്. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. നിങ്ങളെ പറ്റി പൊക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങള് കഴിഞ്ഞ ദിവസം കേട്ടോ ഞാൻ ഉണ്ടപ്പക്രുവിന്റെ ആ പരിപാടിയല്ലേ എന്റെ പൊന്നെ ഭയങ്കരമായിട്ട് ഫീൽ അതെന്നില്ലേ. അല്ല സാധാരണ ആരും അങ്ങനെ ചെയ്യാത്തൊരു സാധനം. ചേട്ടനെ വിളിക്കണമെന്ന് തോന്നി. അപ്പൊ എങ്ങനെ ചേട്ടനെ വിളിക്കും, നമ്പറൊക്കെ കിട്ടി. പക്ഷെ എങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞപ്പോ രാജാക്കായിട്ട് സംസാരിച്ച്, രാജാ സാഹിബ് പുള്ളിയായിട്ട് സംസാരിച്ച് പുള്ളി വിളിച്ചു. അപ്പോൾ അവനോട് മെസ്സേജ് അയക്കാൻ പറയും. ഞാൻ മെസ്സേജ് അയച്ചു. ഇങ്ങനെ തന്നെ വിളിച്ചിട്ട് ഇബ്രു പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എവിടെ വരണ്ടേ? അപ്പോൾ വീട്ടിലേക്ക് വരാം. അപ്പോൾ നമ്മൾ വീട്ടിലേക്കാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് വരാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ചേട്ടനെ എവിടെയാണോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കൊച്ചിനിങ്ങനെ ഒരു സ്റ്റുഡിയോ ഒക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അന്ന് സ്റ്റുഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇങ്ങനെ വാഴക്കാലം മെട്രോ സ്റ്റുഡിയോ അന്ന് അങ്ങോട്ട് വരാം. അപ്പം ഞാൻ കിടുങ്ങിയേക്കാണ്. ഇതെന്താണിത്? ഒരു പരിചയമില്ല. നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഇബ്രു വന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ എങ്ങനെ മനസ്സിലായി? ആ ഫോട്ടോ ഉണ്ട്. ഫോട്ടോ ഉണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ പിന്നെ അവിടെ ചെന്ന് ആ മോളെ കണ്ട് ഭയങ്കര സന്തോഷമായി. ആ കൊച്ചിനും ഭയങ്കര സന്തോഷമായി. പരിപാടി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അത് അത്തരം പരിപാടികൾ ഇനിയും വരണം. തമ്പുരാൻ അതിന് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാക്കട്ടെ എന്ന് പറയാണ്. കാരണം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ഒരു ചെറിയ കാര്യം അല്ലത്. അത്രയും നമ്മൾ അത്രയും സമയം മെനക്കിടുന്നുണ്ട്. നമ്മളെ കൂടെ തന്നെ ഇപ്പം ബക്രു ആയാലും അതിന് ആ സമയം കണ്ടെത്തി നമുക്ക് നമ്മളോട് കൂടെ ചേരാന്ന് പറയും. അത് വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് അവൾക്ക് കിട്ടുന്നത്. അവൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും ഈ സമയം വരെ. നാളെ വേറെ സംഭവങ്ങൾ ഉണ്ടാവാം. നമ്മളത് ഈ സമയം വരെ എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അവളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരിക്കുന്ന നിമിഷമായിട്ട് എനിക്ക് തോന്നി. അത് അവരുടെ കുടുംബം അങ്ങനെ തന്നെ അത് പറയുന്നുണ്ട് അതിനകത്ത്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം. പിന്നെ കല്യാണ വീട്ടിലെ പാട്ട് പൊളിച്ചിട്ടുണ്ട്, ഡാൻസ് ഒക്കെ ഒന്നും പറയണ്ട. എല്ലാം കാണുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഒരു നല്ലൊരു പാട്ടും കൂടി പാട്ട്. എല്ലാ പാട്ടും നല്ലതാണ്. ഞാൻ ഈ പറയുമ്പോൾ അങ്ങനെ ആയി പോണതാണ്. അപ്പൊ ഒരു പാട്ടും കൂടി പാടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.
പാട്ട് ഈ പറയുമ്പോഴാണ് പ്രശ്നം. കാരണം എന്താ വെച്ചാൽ കുറേ പാട്ടുകൾ എന്ത് എവിടെ തുടങ്ങുന്നത് മണിച്ചേട്ടൻ്റെ പാട്ട്. കൊട്ടൊപ്പം കൊട്ടാങ്ങേളെ കൊയിലൊപ്പം വിളിയാങ്ങേളെ ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങേളെ. കൊട്ടൊപ്പം കൊട്ടാങ്ങേളെ കൊയിലൊപ്പം വിളിയാങ്ങേളെ ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങേളെ. ഒരു നല്ലൊരാങ്ങളമാര് പാടിത്തരൂ വാങ്ങി ഒരു നല്ലൊരു പെങ്ങന്മാരോ നാടിത്തരാം. കാക്കക്കറുമ്പി കാതൊള്ള മൂടിക്കാരി നീ നിന്റെ മുടിയെടുത്താടി കളിക്കുമ്പോ അകന്താട്ടും പൂറന്താട്ടും തണ്ടാണടേ. കൊട്ടൊപ്പം കൊട്ടാങ്ങേളെ കൊയിലൊപ്പം വിളിയാങ്ങേളെ ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങേളെ. ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങേളെ. ഏലൂരിൻ കുഞ്ഞിക്കണ്ണൻ കുഞ്ഞാങ്ങേളെ. ഓക്കല്ലേ? അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് സമയം വിജയേട്ടനായിട്ട് കൂട്ടുകൂടി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒരുപാട് അറിയാത്ത കഥകൾ പറഞ്ഞു തന്നു, അറിയാത്ത പാട്ടുകളുടെ കഥകളുടെ പിന്നിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കുറച്ച് സമയം ഞങ്ങൾ എടുത്ത് ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രു.